കഴിഞ്ഞ വട്ടം നീ ചിക്കുന്റെ വീട്ടിൽ പോയപ്പോ എന്തോ വീഡിയോ എടുക്കുന്നത് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നോ? പിന്നെ ചെയ്യാണ്ടിരിക്കോ? കുറെ ഏറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കാണണോ? ദേ ഇപ്പൊ കാണിച്ചു തരാം. അല്ല, നീ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാ പോസ്റ്റ് ചെയ്യാഞ്ഞേ? ചക്കി, മോൾ അമ്മയോട് ദേഷ്യപ്പെടരുത്. മോൾ ഇന്നെടുത്ത വീഡിയോസ് ഒന്നും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യരുത്. ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഇത് നീ എവിടെയും പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ചക്കി? നീ എന്താ അത് പോസ്റ്റ് ചെയ്യാഞ്ഞേന്ന്? മറന്നുപോയി ചെറിയച്ഛാ, പോസ്റ്റ് ചെയ്യണം. നിക്ക്, ചെറിയച്ഛന് വീഡിയോസ് കാണണ്ടേ? ചക്കിമോളെ, അതൊക്കെ നമുക്ക് പിന്നെ വേണേലും കാണാലോ. ഫംഗ്ഷന് സമയായില്ലേ, നീ അതെടുത്ത് മാറ്റിവെക്കാം. വാ ഭാസ്കർ, എന്താ താമസിച്ച്? നീയും വരുന്നോ ഞങ്ങളുടെ കൂടെ അവിടുത്തെ ഫംഗ്ഷന്? വരാം മാഡം. വാ മാഡം. അതെല്ലാരും വാ. താങ്ക് യു സോ മച്ച് പപ്പ. ഇന്ന് വരെ എനിക്ക് ഫാദേഴ്സ് ഡേ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഇന്നിപ്പോ പപ്പ എന്റെ കൂട്ടത്തിൽ വരുന്നോണ്ട് ഇന്നത്തെ ഫാദേഴ്സ് ഡേ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. ഇനി എന്റെ ഫാദറിന്റെ സ്ഥാനത്ത് എന്നും പപ്പ തന്നെ മതി. അതങ്ങനെയാണല്ലോടാ, നീ എന്റെ മോൻ തന്നെയാ. എന്റെ മോന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യില്ല എന്ന് കരുതിയോ? മിഥുൻ, ചക്കിയെ സ്കൂളിൽ നിന്ന് മാറ്റാൻ പോവാന്ന് പറഞ്ഞ് TC ഒക്കെ വാങ്ങിയായിരുന്നല്ലോ. എന്നിട്ട് എന്ത് പറ്റി? എന്താ നീ അതൊക്കെ ഡ്രോപ്പ് ചെയ്തോ? ഓ, എന്ത് ചെയ്യാനമോ, ചക്കിമോക്ക് അവിടെ നിന്ന് മാറാൻ തീരെ താല്പര്യമില്ല. മാത്രമല്ല, ഈ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അവള് പഠിക്കില്ല എന്നൊക്കെയാ പറഞ്ഞേ. അപ്പൊ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? പഠിത്തമാണല്ലോ ഇമ്പോർട്ടന്റ്. അപ്പൊ പിന്നെ ഡിസിഷൻ ഞാൻ തന്നെ അങ്ങ് മാറ്റി. എന്റെ അച്ഛൻ ഗുഡാ, ചക്കിമോളുടെ ഇഷ്ടങ്ങളൊക്കെ അറിയാം. ചക്കി, അതിരിക്കട്ടെ, ഈ ഫാദേഴ്സ് ഡേയുടെ ഫംഗ്ഷന് ചിക്കു സ്കൂളിലേക്ക് വരുന്നില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛമ്മേ. അതെന്താടി അങ്ങനെ? ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്രണ്ട് ഇന്ന് ഫംഗ്ഷന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നിനക്കറിയില്ല. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അങ്ങ് ചോദിച്ചേക്കാ. ഫോണിങ് തന്നെ. ഏയ് ചക്കി, നീ അതിന് ചെവി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്തിട്ടിരിക്കുക. ഹലോ അമ്മേ, ഞാൻ ചക്കിമോളെ സംസാരിക്കുന്നേ. പറ ചക്കിമോളെ. ഈ ശബ്ദം ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചിക്കു ഇന്ന് ഫാദേഴ്സ് ഡേ ഫംഗ്ഷന് വരുന്നുണ്ടോ അമ്മേ? വരുന്നുണ്ട് ചക്കിമോളെ. ചിക്കുമോന്റെ കൂട്ടത്തില് ഞങ്ങളും വരുന്നുണ്ട്. ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ തോന്നുന്നു. ഓ, അവൻ വരുന്നുണ്ടോ? ഫാദേഴ്സ് ഡേ അവന് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് വരുന്നില്ല എന്ന് കരുതി. അർജുനങ്കിൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഫംഗ്ഷന് വരുന്നുണ്ട് ചക്കി. അതുകൊണ്ടാ ചിക്കും വരാന്ന് സമ്മതിച്ച്. അതെന്തായാലും ചിക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? വെരി ഗുഡ്. എന്നാ ശരി അമ്മേ, നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാവേ. ശരി മോളെ, വെക്കട്ടെ എന്നാ. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ മേഘന സംസാരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ചക്കി, ആച്ചാ, ഇപ്പൊ നീ ആരോടാ സംസാരിച്ചത്? ചിക്കുന്റെ അമ്മയോട്. എന്ത് പറ്റിയച്ചാ? ഒന്നുമില്ല മോളെ.
അവന്റെ അമ്മയെ നീ എന്തിനാ അമ്മയെന്ന് വിളിക്കുന്നേ? ചുമ്മാ എനിക്ക് അമ്മയില്ലല്ലോ, അതുകൊണ്ട് വെറുതെ വിളിക്കണം തോന്നി. അത് വേണ്ട. കാണുന്നവരൊക്കെ അമ്മയെന്ന് വിളിക്കുന്നതൊന്നും ശരിയല്ല. ഇനി വിളിക്കണ്ട. ശരി, വിളിക്കുന്നില്ല. ചക്കി, ഇന്നത്തെ ഫാദേഴ്സ് ഡേ ഫംഗ്ഷൻ വരാൻ ചിക്കുന് എന്താ താല്പര്യമില്ല എന്ന് പറഞ്ഞേ? അതൊക്കെ ഒത്തിരി വലിയ കഥയാ ചെറിയച്ചാ. എത്ര വലിയ കഥയാണെങ്കിലും സ്കൂളിൽ എത്തുന്നവരെ പറയാലോ. ചിക്കുവിന്റെ അച്ഛനുണ്ടല്ലോ ചെറിയച്ചാ. ആ, അച്ഛനുണ്ടല്ലോ. ഓ ചെറിയച്ചാ, പറയുന്നത് മൊത്തം കേട്ടിട്ട് പറ. ഓ ശരി ശരി, എന്നാ പറഞ്ഞു. ചിക്കുവിന്റെ അച്ഛനോട് ഒരു ശകലം. വിവേകെ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ച് കൊച്ചിന്റെ മനസ്സ് വല്ലാതാക്കല്ലേ. വല്ലവരുടെയും കാര്യം അറിഞ്ഞിട്ട് എന്തിനാ? മിഥുൻ, എന്താ മോം? ഫോണിൽ കേട്ട ശബ്ദം. മോം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. വെൽക്കം സർ. ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു മാം. ഹാപ്പി ഫാദേഴ്സ് ഡേ. താങ്ക് യു സോ മച്ച് ചാരു. ചാരു മിസ്സേ, ചിക്കു ഇതുവരെ വന്നില്ലേ? ഇതുവരെ വന്നില്ല ചക്കി, വന്നോണ്ടിരിക്കുക. ഓൺ ദ വേ. അച്ഛാ, നിങ്ങൾ എല്ലാരും അകത്ത് പോയിരുന്നോ? ചിക്കു വരുമ്പോ ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഇവിടം വരെ വരാൻ അറിയുന്നവന് അകത്തേക്ക് വരാൻ അറിയില്ലേ? നീ ചുമ്മാതിരി. നീ ചെന്ന് റിസീവ് ചെയ്യാനായിട്ട് അവൻ അത്രയ്ക്കും വലിയ ആളാണോ? അങ്ങനെ പറയല്ലേ അച്ഛാ. തൽക്കാലം എന്റെ മോൾ അവനെ റിസീവ് ചെയ്യാനൊന്നും മുറ്റത്തിറങ്ങി നിൽക്കണ്ട. അവൻ തനിയെ വന്നോളും. ചക്കി, നിന്റെ അച്ഛന് ചിക്കുനെ കണ്ണെടുത്ത കണ്ടൂടല്ലോ. അതറിഞ്ഞോണ്ട് പിന്നെന്തിനാ നിന്റെ അച്ഛന്റെ മുമ്പിൽ വെച്ച് വെറുതെ ചിക്കുന്റെ കാര്യം പറഞ്ഞോണ്ട് വരുന്നേ? ചിക്കു എന്നെ നല്ലൊരു ഫ്രണ്ടാ അച്ഛമ്മേ. അവൻ എന്നെ ഭയങ്കര ഇഷ്ടാ. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ ഇരുന്നേനെ. എനിക്ക് കഥ പറഞ്ഞു തരും, എന്റെ കൂടെ കളിക്കാൻ വരും. അതൊക്കെ കണ്ടാ ചിക്കുവിനോട് എനിക്ക് ഇത്രയേറെ ഇഷ്ടം. ചിക്കുവിന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന അച്ഛൻ ഇഷ്ടമല്ല. ആ മതിയാക്ക്. എപ്പോഴും അവന്റെ പുരാണം പറച്ചില്ല. അവനെ കുറിച്ച് പറയാൻ തുടങ്ങിയ പിന്നെ അവളുടെ വായ അടയ്ക്കില്ല. നീ ഇങ്ങനെ അവന്റെ ഓരോ കഥയും പ്രസംഗിച്ചോണ്ട് വരുമ്പോഴേ എന്റെ ചെവിക്കകത്ത് കീയം കലക്കി ഒഴിക്കുന്ന പോലെ തോന്നുന്നേ. അതുകൊണ്ട് നിർത്തിക്കോ. എല്ലാവരും എത്തിയല്ലോ, പക്ഷെ വിവേക് മാത്രം എന്താ വരാത്ത? ഇനി മനഃപൂർവ്വം വരാത്താണോ, അതോ വന്നിട്ട് ഇവിടെ എങ്ങനെ മാറി നിൽക്കുകയാണോ? എന്താ ചാരു, ആരെയാ നീ തിരയുന്നേ? ഏഹേ, ആരെയല്ല ആന്റി, എല്ലാവരും എത്തിക്കഴിഞ്ഞൊന്ന് നോക്കുകയായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാ ആരാണാവോ? ഏതെങ്കിലും സ്പെഷ്യൽ പേഴ്സണെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ മിസ്? അങ്ങനെയൊന്നും ഇല്ല ചക്കി, ഫംഗ്ഷൻ നടക്കുകയല്ലേ. കുട്ടികളും അവരുടെ പേരൻസും എല്ലാവരും വന്നോണ്ട് ഞാൻ തന്നെ നോക്കണ്ടേ. ശരി, എന്നാ നിങ്ങൾ എല്ലാരും അങ്ങോട്ടേക്ക് ചെല്ല്, ഞാനൊന്ന് അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഇങ്ങനൊരു അവസരം വിവേക് കളയില്ലല്ലോ. വന്നിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാ. എന്നിട്ടിത് എവിടെ പോയി കിടക്കുക?
ആരെയോ നോക്കി നടക്കുകയാണല്ലോ. ഞാൻ ആരെയും നോക്കുന്നൊന്നുമില്ല. എന്നെ നോക്കുന്നതെന്ന് വെറുതെ ഒരു കള്ളമെങ്കിലും പറഞ്ഞു വിടുന്നത് എനിക്ക്. അതും കേട്ട് ഈ ദിവസം മുഴുവൻ എനിക്ക് ആഘോഷിക്കാലോ. വേണ്ടാത്ത കാര്യത്തിന് ഞാൻ കള്ളത്തരം പറയാറില്ല. നീ എന്നെ തന്നെ നോക്കി നടന്നേ. എന്നിട്ടിങ്ങനെ ഇല്ലാന്ന് പറയുന്ന തന്നെ നല്ല കല്ല് വെച്ച നുണയാന്ന് എനിക്കറിയാം. നീ അത് നുണയാണെന്ന് കരുതിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ നിന്നെ തപ്പി നടക്കായിരുന്നില്ല. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. മനസ്സിലുള്ളത് ഒരിക്കലും തുറന്നു പറയില്ല. എടി പാവ ഞങ്ങളെപ്പോലുള്ള ആമ്പിളേര് ഇട്ട് പട്ട് തട്ടിക്കൊള്ളും. അയ്യോടാ, പാവത്താൻ വന്നേക്കുന്നു. ആണല്ലേടാ വർഗം. പച്ച വെളുത്തി വിശ്വസിക്കരുത്. നീ ഒന്ന് പോടി പെണ്ണേ. ദേ സത്യം പറയടി, നീ എന്നെ തന്നെയല്ലേ ഇതിലേക്ക് തപ്പി നടന്നേ? അല്ല, ഞാനിങ്ങനെ നിന്റെ പുറകെ നടക്കാനുള്ളൂ, അതുകൊണ്ടാ വിലയില്ലാത്ത. അതിന് നിന്റെ മനസ്സ് മാണിക്കൊന്നുമല്ലല്ലോ, കളിമണ്ണ. അയ്യേ, കളിമണ്ണ? അതുകൊണ്ടല്ലേ കഴുകി കളഞ്ഞിട്ട് ഇങ്ങനെ പോവാതിരിക്കുന്നേ. അതേടി, അങ്ങനെ ഒട്ടിപ്പിടിച്ചെങ്കി അതത്ര പെട്ടെന്ന് വിട്ടുപോകാനൊന്നും അല്ലല്ലോ മോളെ, അല്ലേ? ഈ ജന്മം ഇനി നിനക്ക് വേറൊരു രക്ഷയില്ല. വിവേക് എവിടെ പോയി? എടാ വിവേക്, അവിടെ നീ എന്തെടുക്കാടാ? എല്ലാരും ഇവിടെ നിൽക്കുമ്പോ നിനക്ക് അവിടെ എന്താണ് കാര്യം? ഞാൻ ദേ വരുമോ മാം? ചാരു വാ. തനിച്ച് മാറി നിന്ന് എന്തോ ഒലത്തുകടാ. ചെളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെന്ന് ചവിട്ടിയാലേ പിന്നെ എത്ര തേച്ച് കഴുകിയാലും ആ കറ അവിടെ തന്നെ ഉണ്ടാവും. പ്രിയമതേ, അവൻ ചാരുവിനോട് സംസാരിച്ചെന്ന് വെച്ച് വെറുതെ ഇവിടെ കിടന്ന സീനുണ്ടാക്കരുത്. നിന്റെ സമ്മതമില്ലാതെ അവൻ കല്യാണം കഴിക്കില്ലെന്ന് നിനക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അവരെങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടി അവൻ ഇപ്പോഴും കല്യാണം കഴിക്കാത്തത്. ആ വില നശിപ്പിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. ഇവിടെ സകലർക്കും പിടിപ്പത് വിലയുണ്ട്, പക്ഷെ ഇവിടെ ഞാൻ മാത്രം 7-ാം കൂലി. ചാരുന്നവിടെ നിൽക്ക്. പ്രിയമ്പത പറഞ്ഞത് കേട്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട. പറയാനുള്ള അധികാരം അവർക്കുണ്ടല്ലോ. അതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവളുമാണ് ഞാൻ. അപ്പൊ പിന്നെ വിഷമിച്ചിട്ട് എന്ത് കാര്യം? അവള് പറയുന്നതൊന്നും കാര്യാക്കണ്ട ചാരു. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. കാര്യാക്കാതിരിക്കാൻ പറ്റുന്ന കാര്യമാണ് അവര് പറഞ്ഞത്. ചേച്ചിയെ നഷ്ടപ്പെട്ടപ്പോ തന്നെ ഞാൻ പകുതി മരിച്ച അവസ്ഥയില. ഇനി എനിക്കായിട്ട് ബാക്കിയുള്ളത് ആത്മാഭിമാനം മാത്രമോ? അതും കളഞ്ഞിട്ട് എങ്ങനെ ജീവിക്കാനാ? മേഘനയില്ലെന്നോർത്ത് നീ വിഷമിക്കരുത് ചാരു. നിനക്കറിയോ ചാരു, മേഘന ഇപ്പോഴും ജീവനോടെയുണ്ട്. ആന്റി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി ജീവിച്ചിരിക്കുന്ന എങ്ങനെയാ? ഈ സമൂഹത്തിന് മുമ്പിലാ മേഘന മരിച്ചു പോയിരിക്കുന്നത്. പക്ഷെ പണിക്കർ എന്നോട് പറഞ്ഞത് അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന്. പണിക്കരുടെ വാക്കുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവളാ ഞാൻ. മേഘനയുടെ കാര്യത്തിലും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ തന്നെ എനിക്കിഷ്ടം. ആന്റി പറയുന്ന എങ്ങനെ സത്യമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനായിരിക്കും ആന്റി. ചേച്ചി പോയ ശേഷം ഒറ്റയ്ക്കുള്ള ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി കാലത്തേക്കൊന്നും എനിക്ക് പറ്റില്ല. ജീവിച്ചിരിക്കാൻ ഒരു കാരണം പോലും കുറച്ചു കാലങ്ങളായിട്ട് എന്റെ മുമ്പിൽ തെളിഞ്ഞു കാണുന്നില്ല. പക്ഷെ ചേച്ചി ഉണ്ടെന്നുള്ള ഈ ഒരു വാക്ക് എന്റെ ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയാ. നിനക്ക് മാത്രമല്ല ചാരു, ആ വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ ഉത്സാഹം പകർന്നു തന്നിട്ടുണ്ട്. പണിക്കര് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും മേഘന നമ്മുടെ അടുത്തേക്ക് വരും.
ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. എന്താ ചാരു അത്? അർജുന്റെ വീട്ടില് ബിസിനസ് ഫംഗ്ഷന് പോയിരുന്ന അന്ന് അവിടെ വെച്ച് എനിക്ക് ചേച്ചിയെ കണ്ടതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോഴേക്കും ആളെ അവിടെ കാണാനായില്ല. പക്ഷെ അത് ചേച്ചി തന്നെ ആയിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നേരാണോ? അതെന്തായാലും ഒരു കാര്യം മാത്രം സത്യചാരു, പണ്ടും മിഥുന അപകടങ്ങൾ ഉണ്ടാവുമ്പോ മേഘനയാണ് രക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കാറി വെച്ചുണ്ടായ അപകടത്തിലും ഏതോ ഒരു സ്ത്രീയാണ് മിഥുനെ രക്ഷിച്ചത്. അത് മേഘന തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആന്റി പറയുന്ന കേൾക്കുമ്പോ ചേച്ചി ശരിക്കും ജീവനോടെ തിരിച്ചു വന്ന സന്തോഷം ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നത്. ആ ദൈവം അനുഗ്രഹിച്ച് പണിക്കര് പറഞ്ഞതൊക്കെ സത്യമായി തീരട്ടെ. എന്റെ ചേച്ചി ജീവനോടെ ഉണ്ടാവണം. ഹാപ്പി ഫാദേഴ്സ് ഡേ. അയ്യോ ക്ഷമിക്കണം, ഇദ്ദേഹം ചൈതന്യയുടെ അച്ഛനല്ല. ഓ സോറി. ചൈതന്യ എന്നും ഡ്രോപ്പ് ചെയ്യാറുള്ളത് ഇദ്ദേഹമാണല്ലോ, അതുകൊണ്ടാണ് ഇദ്ദേഹമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചത് മാഡം. ഞാനാണ് ചൈതന്യയുടെ അമ്മ. ഇദ്ദേഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും വെൽവിഷറാണ്. ശരി എന്നാ, വെൽക്കം ടു ദ ഫംഗ്ഷൻ. വന്നാലും. ഹായ് ബ്രോ. ഹായ്. ഞാൻ നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഹായ് അമ്മേ. ഹായ് ചക്കി. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരെയും അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരട്ടെ. അമ്മേന്റെ കൂടെ വാ. ഇപ്പൊ വേണ്ട മോളെ, അത് പിന്നീട് എപ്പോഴേലും ആവട്ടെ. പിന്നീട് എപ്പോഴാ അമ്മ? എന്നായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഞാൻ തന്നെയല്ലേ. അത് ഇപ്പൊ തന്നെ ചെയ്താ പണി കഴിഞ്ഞില്ലേ? ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാൻ നിന്ന നാളെ മിഥുനേട്ടന്റെ ഫാമിലിയും കാര്യങ്ങൾ അറിയും. അങ്കിൾ, അങ്കിൾ ഇവിടെ തന്നെ നിക്കണേ. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് പോയി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. ഇനി എന്തിനാ ഇങ്ങനെ മടിച്ചു നിക്കുന്ന അമ്മ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അമ്മ എന്തിനാ ഇങ്ങനെ ആലോചിച്ച് നിക്കുന്നേ? അമ്മ എന്റെ കൂടെ വാ. വാ അമ്മ. ചക്കി, വാ. ചക്കി, ഞാൻ പറയുന്നത് കേക്ക്. വാ. ചക്കി, വേണ്ടെന്ന് പറഞ്ഞില്ലേ? വാ അമ്മേ. വേണ്ട മോളെ, വിട് ചക്കി. മിണ്ടാതെ വാ അമ്മ. മിഥുനേട്ടന്റെ അമ്മയല്ലേ നിൽക്കുന്നേ? ഈശ്വര, അമ്മ എന്നെ ഒരു കാരണവശാലും കാണരുത്. അമ്മേ വാ അമ്മ പെട്ടെന്ന്. ചക്കി, ഞാൻ കാറിൽ ഒരു കാര്യം വെച്ച് മറന്നു. നീ ചെല്ല്. അമ്മ നിക്കമ്മേ. ആന്റി, ദേ മേഘന. മേഘനയോ? അയ്യോ അതെ ആന്റി, മേഘനയെ ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. മേഘന എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന മഞ്ജരി? അരുണിമേശിയുടെ തലയ്ക്ക് സുഖമില്ലാത്തതുപോലെ നിന്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. ഏത് നേരവും മേഘന. അയ്യോ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ ശരിക്കും അവളെ കണ്ടു. ആന്റി എന്റെ കൂടെ വന്നേ, ഞാൻ അവളെ കാണിച്ചു തരാം. അമ്മേ